ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാങ്ക് കോളാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പറ്റിക്കാൻ പോവാണ്. ഒരു പുതിയ നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ട്രൂ കോളർ ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഞാൻ നോക്കിയായിരുന്നു, അപ്പോൾ വേറെന്തോ ഇതൊക്കെയാണ് കാണിക്കുന്നത്. നമുക്കെന്തായാലും വിളിച്ചൊന്ന് പ്രാങ്ക് ചെയ്ത് നോക്കാം. വേറൊരു വോയിസ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അത് വെച്ചായിരിക്കും കോള് അനുസരിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഞാൻ സൗണ്ട് മാറ്റി സംസാരിച്ചു കഴിഞ്ഞാലും അവർക്ക് മനസ്സിലാവും. ഞാൻ വേറൊരു വോയിസ് ആണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ കോളിലോട്ട് പോവാം. നമുക്കത് വിളിച്ചു നോക്കാം. ഹലോ 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 ആ ഹലോ ഇത് ഇന്റലിജൻസ് ഓഫ് സ്വിഗ്ഗി ആയിരുന്നു. ഹലോ ഇത് ഇന്റലിജൻസ് ഓഫ് സ്വിഗ്ഗി ആയിരുന്നു. ക്ലിയർ അല്ലോ പറഞ്ഞു. ഇത് ഇന്റലിജൻസ് ഓഫ് സ്വിഗ്ഗി ആയിരുന്നു. നിങ്ങള് കൊറേ ഇല്ലീഗൽ സൈറ്റ്സിലെല്ലാം കേറുന്നുണ്ടല്ലോ. നിങ്ങള് കൊറേ ഇല്ലീഗൽ സൈറ്റ്സിലെല്ലാം കേറുന്നുണ്ടല്ലോ. ഇല്ലീഗൽ സൈറ്റില്ല, ഏത് സൈറ്റിൽ ഉണ്ടല്ലോ? ഇല്ലീഗൽ സൈറ്റ്സിലെല്ലാം കേറുന്ന നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയല്ലോ. ഇല്ല, കേറിട്ടില്ലല്ലോ. ഹലോ, പറഞ്ഞോ. നിങ്ങള് ലാസ്റ്റ് ആയിട്ട് ടെലഗ്രാമിൽ കൊറേ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ, ടെലഗ്രാമിൽ ഇല്ലല്ലോ. ഇതാരാ? എന്ത് വീഡിയോ നിങ്ങൾക്ക് അറിയാലോ. എന്ത് ടെലഗ്രാം? അത് എന്ത് വീഡിയോ നിങ്ങൾക്ക് അറിയാലോ. ഇതെവിടെന്നാ വിളിക്കണമെന്ന് പറഞ്ഞേ? അറിയാലോ. ഹലോ, പബ്ലിക്കലി പറയണം എന്ത് വീഡിയോസ്. ഞങ്ങളിപ്പോ ഓഫീസിലാണുള്ളത്. നിങ്ങളുടെ ആക്ടിവിറ്റീസ് കൂടുതലായത് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോ റെഡ് അലേർട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ ഇപ്പൊ കറക്റ്റ് എറണാകുളത്തല്ലേ? കൂടുതലായത് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോ റെഡ് അലേർട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ ഇപ്പൊ കറക്റ്റ് എറണാകുളത്തല്ലേ നിങ്ങള്? കറക്റ്റ് എറണാകുളമല്ല, അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് ഇത് നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരുമല്ലോ. നിങ്ങൾക്ക് ഒന്നാമത് ഹലോ പറഞ്ഞോ. ഹലോ പറഞ്ഞോ, കേക്കണ്ടോ? പറഞ്ഞോ. അല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 25 പേർക്ക് 25 വീഡിയോസ് ആണല്ലോ ഷെയർ ആയിട്ടുള്ളത്. അല്ല, അപ്പൊ നിങ്ങൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയില്ലേ ഇതൊക്കെ ഷെയർ ചെയ്യുന്നതൊന്നും? എക്സ്പെഷ്യലി ടെലിഗ്രാമിൽ കൂടെ ഷെയർ ചെയ്യുന്നത് പറ്റും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളൊരു ടെക് സ്റ്റുഡന്റ് അല്ലേ നിങ്ങള്? അപ്പൊ ഞങ്ങളിത് നിങ്ങൾ വെരിഫിക്കേഷൻ വരുമ്പോ നിങ്ങളുടെ പാരന്റും ഇതൊക്കെ വരും, അടുത്ത് എത്തും വെരിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ ഈ ചെയ്തേക്കുന്നത്, ഞാനൊരു വുമൻ റൈറ്റിനും കൂടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മളൊരു കാര്യം കണ്ടെന്നും പറഞ്ഞ് നമ്മളത് ഷെയർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, എന്റെ ഫോണില് ഞാൻ സൈറ്റ് എനിക്ക് പറയാൻ ഒരു ബോയ് എന്ന നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇവിടെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് എന്റെ മാനേജറാണ് ഇപ്പൊ കോൾ ചെയ്യാൻ തന്നേക്കുന്നത്. നിങ്ങളുടെ എന്റെ ഫോണില് നിങ്ങളല്ല ഷെയർ ചെയ്തേക്കാന്നല്ലേ? നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടിയതാണോ? ഒന്ന് പറയാമോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. അവരപ്പ നമുക്ക് അവരെ വിളിക്കാലോ. ഇതിപ്പോ നിങ്ങളുടെ അപ്പൊ അവിടേക്ക് കാണുന്നത് ഗൂഗിൾ സൈറ്റിൽ വീഡിയോ എങ്ങനെ ഷെയർ ആയി വരുന്നത്? ഗൂഗിൾ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചോ? ഒരു കാര്യം, നിങ്ങൾ ഇതൊക്കെ ഫുൾ കോൾ റെക്കോർഡാണ്. അതിന് നിങ്ങൾ കോള് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ഫുൾ കോൾ റെക്കോർഡാണ്. നിങ്ങൾ കട്ട് ചെയ്താൽ ഞങ്ങൾ വയലൻസ് എന്നും പറഞ്ഞ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും മാനേജറിന്റെ അടുത്ത്. അപ്പൊ നിങ്ങൾക്ക് നാളെ കുഴപ്പമുണ്ട്. നിങ്ങളുടെ സെർച്ചിൽ ഞാൻ അത് കാണുന്നുണ്ട്, ഗേൾസ് വിളിക്കാത്തത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്കോ ലൊക്കേഷനിലോ വല്ല അന്വേഷിക്കും.
നിങ്ങള് കേറിയപ്പോഴില്ലേ വൈറസ് കേറിയിട്ടുണ്ട് നമ്മളുടെ ഇതിലേക്ക്. നിങ്ങൾ അതെ കളിപ്പിക്കാൻ വിളിച്ചല്ലേ വയസ്സായി എത്ര വയസ്സായി? എനിക്കാ സിംഗത്തിന് പറഞ്ഞിട്ട് കെട്ടിക്കാൻ പറയട്ടെ, കാരണം സെർച്ചിലൊക്കെ എത്രയും പെട്ടെന്ന് കെട്ടിക്കാൻ പറയട്ടെ, കാരണം സെർച്ചിലൊക്കെ എന്റെ സിസ്റ്ററിൽ നിങ്ങൾ സെർച്ച് കിടക്കുന്നു. എന്ത് ചെക്ക് ചെയ്ത് എന്റെ സിസ്റ്റത്തിൽ നിങ്ങളെ സെർച്ച് കിടക്കുന്നു. അതെ നിങ്ങൾ ആരാണ് പഠിക്കരുത് കൊന്നാ ജമീലേ ഞാനപ്പരാണ് പോലെ എടാ ജമീലേ എടാ അതൊക്കെ സമ്മതം. ഞാൻ മറ്റേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലേ, അതിനൊരു പ്രാങ്ക് വീഡിയോ വരുത്, യൂട്യൂബ് ചാനലിന്റെ സാറ് എന്തായാലും വീഡിയോ വരുമ്പോ കാണ്. വീഡിയോ ഇറക്കട്ടെ, പ്രാങ്ക് വീഡിയോ ഞാൻ അതല്ലടാ, എനിക്ക് മനസ്സിലായി ഇത് കണ്ടതിന്റെ ഒറിജിനൽ എന്ന് അറിയാം, പക്ഷെ എന്നാലും ഒരു ഫണ്ണ്. ഓക്കെ, അടുത്തൊരു തന്നെ വിളിക്കട്ടെ. ഓക്കേടാ, ഓക്കെ, ശരിയാണ്, ഓക്കെ.